കേരളത്തിന് അർഹതപ്പെട്ടതൊന്നും കിട്ടിയില്ല. ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനെ പാടെ അവഗണിച്ചു എന്നാണ് ഒരു കൂട്ടം രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക പദ്ധതികളൊന്നും തന്നെയില്ല എന്ന് പറയാം. പക്ഷേ കേന്ദ്ര ബജറ്റിൽ ഒരു ചേർത്തുപിടിക്കലുണ്ട്. സാധാരണക്കാരായ വ്യവസായികൾക്ക്, കച്ചവടക്കാർക്ക്. അത് മറ്റൊന്നുമല്ല, മുദ്ര വായ്പയുടെ കാര്യത്തിൽ തന്നെയാണ്. മുദ്രാ വായ്പയുടെ മാക്സിമം പരിധി എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് NDA സർക്കാർ. NDA സർക്കാർ തന്നെ രാജ്യത്തെ സാധാരണക്കാരായ കച്ചവടക്കാരെയും വ്യവസായികളെയും അവരുടെ ഉന്നമനത്തിനും വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് മുദ്ര ലോൺ അഥവാ പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്ന പദ്ധതി. 10 ലക്ഷം രൂപ വരെ, 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ആയിരുന്നു ഒരു കച്ചവടക്കാരന് അല്ലെങ്കിൽ ഒരു വ്യവസായിക്ക് അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പദ്ധതികൾ ആവിഷ്കരിക്കുന്നവർക്ക് ഇതുവരെ അനുവദനീയമായ തുക എന്ന് പറയുന്നത്. ഈ ബജറ്റോടുകൂടി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷം രൂപയിലേക്ക് അത് ഉയർത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാർഷികേതരമായ വരുമാനം ഇന്ത്യയിലെ ചെറുപ്പക്കാരിലൂടെ, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നത് അനിവാര്യത തന്നെയാണ്. കർഷക വൃത്തിയിൽ മാത്രം നിലനിന്നു പോയാൽ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാകില്ല. സ്വാഭാവികമായും പുതിയ മേഖലകളിലേക്ക്, പുതിയ വ്യവസായങ്ങളിലേക്ക്, പുതിയ സർവീസ് മേഖലകളിലേക്ക്, പുതിയ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഒക്കെ കടന്നു വരുന്നവർ ചെറുപ്പക്കാരാകട്ടെ അല്ലാത്തവരാകട്ടെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അതിന് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുവാൻ സാധിക്കും, എങ്ങനെ അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്താൻ സാധിക്കും, എങ്ങനെ അതിന്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള ഫണ്ട് എവിടെ നിന്ന് സ്വരൂപിക്കുവാൻ സാധിക്കും എന്ന് നമുക്കറിയാം. ചെറിയ തോതിലൊക്കെ കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെ എടുത്ത് ഇത്തരത്തിൽ ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങി പിന്നീട് ഇത് നടത്തിക്കൊണ്ടുപോകുവാൻ ഫണ്ടില്ലാതെ വരുമ്പോൾ ഇത് പൂട്ടി വലിയ കടബാധ്യതയിലേക്ക് പോവുകയും അതുവഴി ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുകയും ചെയ്യുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുദ്രാ വായ്പാ പദ്ധതി ആവിഷ്കരിച്ചത്. നാട്ടിലെ ചെറുപ്പക്കാർക്കും തൊഴിൽ രഹിതരായ ആളുകൾക്കുമൊക്കെ വ്യവസായങ്ങൾ ആരംഭിച്ച് സ്വന്തം കാലിൽ നിൽക്കാനും അതിലൂടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഒരു പരിധിവരെ മുദ്രാ വായ്പകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റോടുകൂടി അത് 20 ലക്ഷം രൂപയാകുമ്പോൾ ഒന്നുകൂടി വിപുലീകരിക്കുന്ന രീതിയിലേക്ക് വ്യവസായങ്ങളെയും കച്ചവട സ്ഥാപനങ്ങളെയും സർവീസ് മേഖലകളിലുള്ള സ്ഥാപനങ്ങളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും സാധാരണക്കാർക്കും സാധിക്കുമെന്നത് നമ്മുടെ രാജ്യത്തെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. ചില കണക്കുകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി മുദ്ര യോജന നടപ്പിലാക്കുന്നത് ഭാരതത്തിൽ ആദ്യമായി നിലവിൽ വരുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 2015 ഏപ്രിൽ 18-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് എത്ര ലക്ഷം കോടി രൂപയാണ് മുദ്രാ വായ്പയായി ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിയത് എന്ന് അറിയുമ്പോഴാണ് ഈ മുദ്രാ വായ്പ എന്തുമാത്രം നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതിയെ, നമ്മളുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വ്യവസായ സൗഹൃദത്തോടെ ഇൻവെസ്റ്റേഴ്സിന്, അതായത് വ്യവസായികൾക്ക് എത്രത്തോളം ഇത് സഹായകരമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു ഉത്തമ ബോധ്യം ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ. ആ കണക്കുകൾ ഇങ്ങനെയാണ്. 2015 നിലവിൽ വന്ന മുദ്രാ യോജന പദ്ധതി പ്രകാരം 2016-17 സാമ്പത്തിക വർഷത്തിൽ 1,75,312.13 കോടി രൂപയാണ് ആളുകൾക്കായി ലോണായി വിതരണം ചെയ്തതെങ്കിൽ അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 എത്തി നിൽക്കുമ്പോൾ അത് 5,32,358.35 കോടി രൂപയായി മാറിയിരിക്കുന്നു. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഓരോ വർഷവും, ഓരോ സാമ്പത്തിക വർഷവും ഉപഭോക്താക്കളുടെ എണ്ണം, മുദ്രാ ലോൺ കൈപ്പറ്റുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതായത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വ്യത്യാസമാണ് ആരംഭത്തിൽ നിന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ മുദ്രാ യോജനയുടെ വായ്പാ പരിധി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ, സാധാരണക്കാരുടെ, വ്യവസായികളുടെ, കച്ചവടക്കാരുടെ ഒക്കെ കരം പിടിക്കുകയാണ് മോദി സർക്കാർ എന്ന് പറയാതിരിക്കുവാൻ സാധിക്കില്ല. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും പ്രയോജനകരമായ വിധം ഉപയോഗപ്പെടുത്തിയാൽ രാജ്യത്ത് തൊഴിലില്ലായ്മ പാടെ
തുടച്ചു മാറ്റപ്പെടും. കാരണം ഓരോ വ്യവസായങ്ങൾ വരുമ്പോൾ, ചെറിയ ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വരുമ്പോൾ, പുതിയ കച്ചവട സ്ഥാപനങ്ങൾ വരുമ്പോൾ ഒക്കെ അവിടെ വീണ്ടും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ചുറ്റുപാടും തന്നെയുള്ള ആളുകളെ എടുത്ത് പരിശോധിക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുവാൻ ഐഡിയയുണ്ട്, ആശയമുണ്ട്, നടപ്പിലാക്കുവാനുള്ള ത്രാണിയുണ്ട്. പക്ഷേ പണം മാത്രം പ്രശ്നമായി നിന്നെടുത്താണ് മുദ്രാ വായ്പകൾ വരുന്നത്. അവിടെ 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾക്കുമായി വായ്പ അനുവദിക്കുമായിരുന്നു. കേന്ദ്ര സർക്കാർ അംഗീകൃത ബാങ്കുകൾ വഴിയാണ് മുദ്രാ വായ്പകൾ അനുവദിച്ചുകൊണ്ടിരുന്നത്. അത് കൃത്യമായ പ്രൊജക്ട് റിപ്പോർട്ടും പ്രൊജക്ഷൻ റിപ്പോർട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ബാങ്ക് സംരംഭകന് ആവശ്യമായ പണം നൽകുന്ന പദ്ധതി. 10 ലക്ഷം രൂപ കൊണ്ട് ഒരു സംരംഭം എന്നത് ഈ വന്ന കാലത്ത് യാഥാർത്ഥ്യമാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഈ മുദ്രാ വായ്പയുടെ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ ഏറ്റവും സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് മുദ്രാ വായ്പാ പരിധി ഉയർത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ആർക്കും വേണ്ടതില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി കേന്ദ്രത്തിലേക്ക് പോയിട്ട് കേന്ദ്രം കേരളത്തെ അവഗണിച്ചു എന്ന കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അത് മാത്രമല്ല, ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന മുദ്രാ വായ്പ ഉയർത്തിയതുപോലെ പ്രായമായ ആളുകൾക്കും വനിതകൾക്കും ഒക്കെ പ്രയോജനകരമായ വിധത്തിൽ പല പ്രഖ്യാപനങ്ങളും കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. കുറ്റം പറയുവാൻ എല്ലാവർക്കും നല്ലതാണ്. പക്ഷേ അതിൽ ഈ പറയപ്പെടുന്ന രീതിയിൽ പ്രയോജനകരമായ കാര്യങ്ങൾ എടുത്തു പറയുവാൻ എല്ലാവർക്കും ഒരു മടിയുമാണ്. ചില സംസ്ഥാനങ്ങൾക്ക്, അതായത് NDA മുന്നണിയുമായി ചേർന്ന് നിൽക്കുന്ന പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടു ബഡ്ജറ്റിൽ എന്നത് സത്യസന്ധമായ കാര്യമാണ്, സത്യവുമാണ്. NDA ഭരിക്കട്ടെ അല്ലെങ്കിൽ UPA ഭരിക്കട്ടെ, ആര് ഭരിച്ചാലും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഭരിക്കട്ടെ, ആര് ഭരിച്ചാലും ഇവർക്ക് രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ ഉള്ള കാര്യം തന്നെയാണ്. സ്വാഭാവികമായും അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നൽകിയ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് നൽകിയ പ്രാദേശിക പാർട്ടികൾ, ജനങ്ങൾ, അവരുടെ വോട്ട് ഷെയർ കൂടുതലുള്ള ഭാഗങ്ങളിൽ എല്ലാ സർക്കാരുകളും കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് സർവ്വസാധാരണം തന്നെയാണ്. പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. 28 സംസ്ഥാനങ്ങളിലും ഒരുപോലെ കേന്ദ്ര സർക്കാർ അവരുടെ വിഹിതം കൊടുക്കേണ്ടതുണ്ട്, പദ്ധതികൾ കൊടുക്കേണ്ടത്. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി MP ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ വന്ന പ്രഖ്യാപനമായിരുന്നു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം. വലിയ രീതിയിൽ, അതായത് വിമാനത്താവളങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ തൃശ്ശൂരിൽ റെയിൽവേ സ്റ്റേഷൻ വികസനം വരികയാണ്. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ ഒരു ഐക്കണാക്കി കാണിച്ചുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം BJPക്ക് കൂടുതൽ വോട്ട് ഷെയറും, അതായത് BJPക്ക് ഒരു MPയെ നൽകിയാൽ അല്ലെങ്കിൽ ഭരണം നൽകിയാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ട്. ഇത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റാണ്. സ്വാഭാവികമായും കേരളത്തെ അവർ അവഗണിച്ചിട്ടുണ്ട് എന്നത് സത്യസന്ധമായ വാർത്ത തന്നെയാണ്. അത് കുറ്റപ്പെടുത്തുന്നതിലും തെറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റുകളിലെങ്കിലും കേരളത്തിനായി കൂടുതൽ പദ്ധതികൾ വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഒന്നും തന്നെ വേണ്ട. എന്തു തന്നെയായാലും മുദ്രാ വായ്പാ പരിധി 20 ലക്ഷം രൂപയാക്കിയത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, സംരംഭകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമായ ഒന്ന് തന്നെയാണ്.